റൈറ്റ് ആയിട്ട് എങ്ങനെ PR ചെയ്യണം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ആ വിജയ് മല്യയുടെ പോഡ്കാസ്റ്റ് കണ്ടത്. കാരണം ഓൾറെഡി RCB വിജയിച്ച് നിൽക്കുകയാണ്. അതായത് സ്വാഭാവികമായിട്ടും ആളുകൾ എന്തുണ്ടാവും, വിജയ് മല്യയെ കുറിച്ച് സംസാരിക്കും. ആ ഒരു റൈറ്റ് ടൈമിലാണ് വിജയ് മല്യയുടെ പോഡ്കാസ്റ്റ് എന്തുന്നത് റിലീസ് ആവുന്നത്. അതിൽ പുള്ളി പറയുന്ന കാര്യങ്ങളോ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് കൺവിൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നതും കൂടെ. അപ്പൊ ആ ഒരു PR ആക്ടിവിറ്റിയാണ് ഞാനിപ്പോ റീസെന്റ് കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു PR ആക്ടിവിറ്റി. കാരണം ഇത്രയും കാലം എന്താ പറയുക, ഒരു മനുഷ്യനെ കള്ളനെന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എതിർത്തിരുന്ന ജനങ്ങളിൽ ഈ ഒരൊറ്റ പോഡ്കാസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആക്ടിവിറ്റി കൊണ്ട് തിരിച്ചും അല്ല പുള്ളി പറയുന്നതിലും കാര്യമുണ്ട്, ഇത് പുള്ളി പറയുന്നത് ശരിയാണെങ്കിലോ, ഇങ്ങനൊരു തോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്തു പുള്ളിക്ക് ഈ ഒരൊറ്റ ആക്ടിവിറ്റിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. മേ ബി പുള്ളിക്കാരൻ ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ഒരു കംബാക്കോ അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും വിജയം ഇതിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇത്രയും കാലം ഇന്റർവ്യൂ കൊടുക്കാതെ ഈ കറക്റ്റ് ടൈമിന് വന്നിട്ട് ഈ ഒരു സംഭവം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിന്റെ ബാക്കിൽ. ലെറ്റ്സ് സീ.